Now we'll move on to our next topic, that are dies and types of dies. Dies എന്ന് പറയുന്നത് made up of tool steel and used to cut or shape material. ഈ ഫിഗറിൽ കാണുന്ന പോലെ ടൂൾ സ്റ്റീലിൽ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ എലമെന്റ്സ് കൂടെ ചേർന്നിട്ടാണ് ഡൈ ആവുന്നത്. ഓക്കെ, ആൻഡ് വി കോൾ ഇറ്റ് ആസ് ഡൈ സെറ്റ്. ഡൈ സെറ്റ് എന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ടൈപ്സ് ഓഫ് ഡൈസ്. ഡൈസ് ആർ ക്ലാസിഫൈഡ് ഇൻടു സിമ്പിൾ ഡൈസ്, കോമ്പൗണ്ട് ഡൈസ്, പ്രോഗ്രസീവ് ഡൈസ്, കോമ്പിനേഷൻ ഡൈസ്. ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നത്. ഡൈ സെറ്റ് എന്താണെന്ന് നോക്കാം. ഡൈ സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഷാങ്ക്, ബാക്കിംഗ് പ്ലേറ്റ്, ഈ കാണുന്നത് ടോപ്പ് പ്ലേറ്റ്, പഞ്ച് ഹോൾഡർ. ഈ കാണുന്നത് എന്താണ്? ഗ്രേ കളറിൽ പഞ്ചാണ്. ആ പഞ്ചിനെ ഹോൾഡ് ചെയ്യുന്ന പ്ലേറ്റിനെ നമ്മൾ പഞ്ച് ഹോൾഡർ എന്ന് പറയും. അതേപോലെ പഞ്ചിന്റെ നേരെ പുറകെ ഇരിക്കുന്ന പ്ലേറ്റിനെ ബാക്കപ്പ് പ്ലേറ്റ് എന്ന് പറയും. ഈ കാണുന്നത് ടോപ്പ് പ്ലേറ്റ് ആണ്. പഞ്ച് ഹോൾഡർ എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നെങ്കിലും ദിസ് ഇസ് ടോപ്പ് പ്ലേറ്റ്. അതേപോലെ സ്റ്റിപ്പർ പ്ലേറ്റ്സ് ഉണ്ടാവും. എന്താ ഈ സ്റ്റിപ്പർ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുതരാം. സ്റ്റിപ്പർ പ്ലേറ്റിന്റെ തൊട്ട് താഴെ എന്തായിരിക്കും ഉണ്ടാവുക? ഒരു ചാനലായിരിക്കും ഉണ്ടാവുക. അതിന്റെ തൊട്ട് താഴെ എന്തായിരിക്കും ഉണ്ടാവുക? ഡൈ ആയിരിക്കും ഉണ്ടാവുക. യഥാർത്ഥമായ കട്ടിങ് നടക്കുന്ന പോർഷൻ ഡൈ. ഈ പഞ്ച് മെറ്റലിനെ കട്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എന്ത് വരും? ഈ മെറ്റലിന് അകത്ത് ഇവിടെ കാണുന്ന പോലെ പഞ്ച് ഇത്ര ഇറങ്ങും, അല്ലയോ? അത് ഈ ഓറഞ്ച് കാണുന്ന പോർഷൻ വരെയും പഞ്ച് പിയേഴ്സ് ആവുന്നുണ്ട്. അപ്പൊ തിരിച്ചു പോകുമ്പോൾ എന്ത് പറ്റും? ഈ ഷീറ്റ് മെറ്റല് പഞ്ചിന്റെ കൂടെ തിരിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ടാണ് അതിനെ ഷീറ്റിനെ ആ സ്ഥാനത്ത് സ്ട്രിപ്പ് ചെയ്തിടുന്നത്. ഓക്കെ, ആ പ്ലേറ്റിന്റെ പേരാണ് സ്ട്രിപ്പർ പ്ലേറ്റ്. ഡൈ ബ്ലോക്കിന്റെ താഴെ ബാക്ക് പ്ലേറ്റ് ഉണ്ടാവും, പിന്നെ ബോട്ടം പ്ലേറ്റ് ഉണ്ടാവും. പിന്നെ ഉള്ളത് പ്രസിന്റെ ബെഡാണ്. ഈ ടോപ്പ് പ്ലേറ്റിന്റെ മുകളിൽ ഒരു ഷാങ്ക് ഉണ്ടാവും. ആ ഷാങ്കിന്റെ മുകളിൽ റാമാണ്, പ്രസിന്റെ റാമാണ്. എന്തിനാ ഈ ഷാങ്ക്? ഈ ഷാങ്ക് വെച്ചിട്ടായിരിക്കും ഈ കാണുന്ന ചെറിയ സോളിഡ് ബ്ലോക്ക്. ഈ ചെറിയ സോളിഡ് ബ്ലോക്ക് വെച്ചിട്ടായിരിക്കും ടോപ്പ് പ്ലേറ്റിനെ റാമുമായിട്ട് അല്ലെ പ്രസ്സുമായിട്ട് ഘടിപ്പിക്കുക. ഇവിടെ നോക്കി, ഹാച്ച് ചെയ്ത പോർഷൻ. ഈ ഹാച്ച് ചെയ്ത പോർഷനിൽ എപ്പോഴും ഒരു ആംഗുലർ ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ടാവും. എന്തിനാണ്? ഈ സ്ലഗ് അല്ലെ ബ്ലാങ്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ വി ഹാവ് എ ലാൻഡ് ഓവർ ദ ഡൈ. ലാൻഡ് എന്തിനാണ്? റീഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പം കറക്റ്റ് ഡയമെൻഷൻ മാറിപ്പോകാതെ കിട്ടാൻ വേണ്ടിയാണ്. ഇനി എല്ലാ ഷീറ്റ് മെറ്റൽ വർക്കിങ്ങിന്റെ കേസിലും ഇത്രയും എലമെന്റ്സ് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. നമ്മളിപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ പഞ്ചിനകത്ത് എന്തേലും എലമെന്റ്സ് ഉണ്ട്? ആകെ പഞ്ചും ഡൈയും മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലയോ? അതല്ലാതെ വേറെ എക്സ്ട്രാ എലമെന്റ്സ് ഒന്നുമില്ല. പ്രൊഡക്റ്റ് കോംപ്ലിക്കേറ്റഡ് ആകുന്നതിനനുസരിച്ചായിരിക്കും ഈ ഫിഗറിനകത്ത് നിങ്ങൾ കണ്ട അത്രയും എലമെന്റ്സും നമ്മൾ ആഡ് ചെയ്യാം, കേട്ടോ. ഇനിയുള്ളത് ഈ ഡൈ സെറ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു പില്ലറും ബുഷുമാണ്. നോക്കിയേ, ഗൈഡ് പോസ്റ്റ് ബുഷിംഗ്. അതേപോലെ ഇത് ഗൈഡ് പോസ്റ്റിന് പകരം നമുക്ക് പില്ലർ എന്ന് പറയാം. ബുഷിംഗ് എന്ന് പറയുന്നത് നോക്കുക, ഈ വരുന്ന പഞ്ചിനെയും ഈ ഡൈക്കയുടെ ഹോളിനെയും അലൈൻ ചെയ്ത് വെക്കുന്നത് എപ്പോഴും ഈ പില്ലറും ബുഷും ആയിരിക്കും. ഗൈഡ് പോസ്റ്റും ബുഷിങ്ങും ആയിരിക്കും. ഇത് കൃത്യമായിട്ട് ഈ പില്ലറും ബുഷും ഇതിനകത്ത് സ്ലൈഡ് ചെയ്ത് പോകുന്നതായിരിക്കും. ആ ഒരു മൂവ്മെന്റ് ആണ് വെർട്ടിക്കൽ മോഷനെ അലൈൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, പില്ലറും ബുഷും ആണ് വെർട്ടിക്കൽ മോഷനെ അലൈൻ ചെയ്ത് വെക്കുന്നത്. സോ ദിസ് ഈസ് ഓൾസോ എ ഇമ്പോർട്ടന്റ് പാർട്ട്. ഇത്രയും കൂടുന്നതാണ് ഒരു ഡൈ സെറ്റ് എന്ന് പറയുന്നത്. എ ഡൈ സെറ്റ് കൺസിസ്റ്റ് ഓഫ് ടോപ്പ് പ്ലേറ്റ് ആൻഡ് ബോട്ടം പ്ലേറ്റ്. ഇറ്റ് ഹാസ് എ പഞ്ച് ഹോൾഡർ, ഡൈ ഹോൾഡർ. It has a punch backing plate, die backing plate, and a stripper plate with minimum 2 bushes and pillars. ഇതാണ് ഒരു ഡൈ സെറ്റ് എന്ന് പറയുന്നത്. Now we will go on to different types of die set. They are, ഒന്നാമത്തത് simple die sets or simple dies in which it has only a punch. The punch is connected to the ram and the bottom half has a stripper plate
സ്ട്രിപ്പ് ഫീഡ് ചെയ്യാനുള്ളൊരു ചാനലുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഡൈ ഉണ്ടാവും. ഈ കാണുന്ന ലാൻഡും ക്ലിയറൻസും കൂടെയുള്ള ചേർന്നതാണ് എന്ത് ഡൈ എന്ന് പറയുന്നത്. ആൻഡ് ഡൈ ബാക്ക് പ്ലേറ്റ് ഓർ ബോട്ടം പ്ലേറ്റ്, പിന്നെ പ്രസ്സിൻ്റെ ടേബിൾ ആയിരിക്കും ഉണ്ടാവുക. സോ വാട്ട് വിൽ ഹാപ്പൻ, ദി സ്പഞ്ച് വിൽ കം ഡൗൺ, ഇറ്റ് വിൽ പിയേഴ്സ് ദ ഷീറ്റ് ആൻഡ് ദ ബ്ലാങ്ക് വിൽ കം ഔട്ട് ഇൻ ടു ദ പ്രസ് ബോട്ടം. ഈ പ്രസ്സിൻ്റെ ബോട്ടത്തിലേക്ക് ആയിരിക്കും ഇത് വീഴുക. ഓക്കെ, ദിസ് ഹാസ് എ മിനിമം നമ്പർ ഓഫ് പാർട്സ്. ഈ ഒരു സിമ്പിൾ ഡൈക്ക് ഏറ്റവും കുറവ് പാർട്സേ ഉണ്ടാവുള്ളൂ. ടോപ്പ് ഹാഫിൽ ഇത്രയും എലമെന്റ്സിന് പകരം എത്ര ഉണ്ടാവും, പഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ ബോട്ടം ഹാഫിൽ സ്ട്രിപ്പർ പ്ലേറ്റ്, ബോട്ടം ഹാഫിലെ ഈ കാണിച്ചിരിക്കുന്ന അത്രയും എലമെന്റ്സും ഇവിടെ ഉണ്ട്. സ്ട്രിപ്പർ പ്ലേറ്റ് ഉണ്ട്, അതേപോലെ സ്ട്രിപ്പർ പ്ലേറ്റിനകത്തൊരു ചാനലുണ്ട്, പിന്നെ ഉള്ളത് ഡൈ ആണ്, പിന്നെ ബോട്ടം പ്ലേറ്റ് ഉണ്ട്, അതേപോലെ ബോൾസ്റ്റർ പ്ലേറ്റ് ഉണ്ട്. എന്താ ഈ ബോൾസ്റ്റർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ലഗ് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്ലേറ്റിനെയാണ് ബോൾസ്റ്റർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ സ്റ്റേജ് ഓപ്പറേഷൻ ആണ്. നോക്കിയേ, ഇവിടെ ഒരു ഷേപ്പ് മാത്രം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ടോപ്പ് ഹാഫ് ഉണ്ടാവും, ബോട്ടം ഹാഫ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഒരു പഞ്ചിങ് ആക്ഷൻ ഉണ്ടാവുക. ഈ പഞ്ചിങ് ആക്ഷനകത്ത് ഈ കാണുന്ന പിൻസ് എന്തായിരിക്കും, ഈ കാണുന്ന പിൻസ് ഗൈഡ് പിൻസ് ആണ്. അതേപോലെ ഈ വലിയ ഇതെന്തുവാണ്, പില്ലറാണ്. ഓക്കെ, പില്ലർ ആൻഡ് ബുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വെർട്ടിക്കൽ മൂവ്മെന്റിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു കട്ടിംഗ് ഓപ്പറേഷൻ ആയിരിക്കും ഉണ്ടാവുക. ദിസ് ഇസ് എ സിമ്പിൾ ഡൈ. Now we'll go to next one, that is progressive tool. Progressive toolനകത്ത് എന്തായിരിക്കും സംഭവിക്കുക, നിങ്ങൾ നോക്കിക്കോളൂ. ഈ റൈറ്റിൽ നിന്ന് സ്ട്രിപ്പ് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നതിനനുസരിച്ച് ഓരോ ഓപ്പറേഷനും ഓരോ സ്റ്റേജിലായിരിക്കും നടക്കുക. ഉദാഹരണത്തിന് നമുക്കൊരു വാഷറാണ് വേണ്ടേ, അങ്ങനെയാണെങ്കിൽ വാഷറിനകത്ത് 2 ഓപ്പറേഷനാണ് ഉള്ളത് അല്ലേ? ഏതൊക്കെയാണ് ഓപ്പറേഷൻ? ഒന്ന് പിയേഴ്സിങ്ങും മറ്റേത് ബ്ലാങ്കിങ്ങും. അപ്പം പിയേഴ്സിങ് ആദ്യത്തെ സ്റ്റേജിൽ നടക്കും, രണ്ടാമത്തെ സ്റ്റേജിൽ പൈലറ്റിങ്ങും ബ്ലാങ്കിങ്ങും നടക്കും. രണ്ടാമത്തെ സ്റ്റേജിലായിരിക്കും നമുക്ക് വാഷർ കിട്ടുക. ഈ താഴെ കാണുന്നത് 9ാമത്തെ സ്റ്റേജിലായിരിക്കും നമുക്ക് ആക്ച്വൽ പ്രൊഡക്റ്റ് കിട്ടുക. നോക്കി, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, 7th, 8th, 9th സ്റ്റേജിലായിരിക്കും നമുക്ക് ആക്ച്വൽ പ്രൊഡക്റ്റ് കിട്ടുക. ദിസ് ഈസ് കോൾഡ് ആസ് എ പ്രോഗ്രസീവ് ടൂൾ. നേരെ മറിച്ച് ഇതിനു മുമ്പ് കണ്ട സിമ്പിൾ ടൂളിൽ ഒരൊറ്റ പഞ്ചിങ്ങിൽ എന്ത് ചെയ്യും, നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും. പ്രോഗ്രസീവ് ടൂളിൽ it has to punch 9 times consecutively in order to get a single product. ഒമ്പത് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സിംഗിൾ കംപ്ലീറ്റഡ് പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. സോ ആസ് ദ shape of sheet metal becomes complicated, we will be using a progressive tool. ഷേപ്പ് കോംപ്ലിക്കേറ്റഡ് ആകുന്നതിനനുസരിച്ച് നമ്മൾ ഒരു പ്രോഗ്രസീവ് ടൂൾ ആയിരിക്കും ഉപയോഗിക്കുക. കേട്ടോ, ഈ കാണുന്ന ഒരു പ്രോഗ്രസീവ് ടൂളായിരിക്കും ഓരോ സ്റ്റേജിന്റെ അഡ്വാൻസ്മെന്റിലും ഓരോ ഓപ്പറേഷൻ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഈ 2 ഓപ്പറേഷൻ ആഡ് ചെയ്ത് പോകും. ഓക്കെ, ദിസ് ഈസ് അഗെയിൻ എ പ്രോഗ്രസീവ് ടൂൾ. നോക്കി, ഓരോ സ്റ്റേജിലും ഈ 2 ഓപ്പറേഷൻസ് ആഡ് ചെയ്തായിരിക്കും അതിൻ്റെ ഫൈനൽ സ്റ്റേജിലായിരിക്കും നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുക. ഇതെന്താണ് ചെയ്യുന്നത്, ഇത് കൂൾ ചെയ്ത് എന്താ പറയുക, കൂളൻ്റ് കൊടുക്കുക, വിയർ ആൻഡ് ടയർ ഒഴിവാക്കുക. ഇതിൻ്റെ എൻഡാണ്, കണ്ടില്ലേ, എൻഡിലാണ് ഒരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവുക. നോക്കാം നമുക്കൊന്നുകൂടെ. ഓരോ സ്റ്റേജാണ്, ഇതിൻ്റെ എൻഡിൽ എന്ത് പറ്റും, പ്രൊഡക്റ്റ് പുറത്തേക്ക് തള്ളും, വാഷർ ക്വാളിറ്റി പ്രൊഡക്റ്റ്. ഓക്കെ,
Now we will move on to a combination or a compound tool. ഈ കോമ്പൗണ്ട് ടൂളിന്റെ പ്രത്യേകത ഒന്നിലധികം ഓപ്പറേഷൻസ് ഒരു സിംഗിൾ സ്റ്റേജിൽ നോക്കിയേ. ഈ കോമ്പൗണ്ട് ടൂളിൽ കണ്ടോ, ഈ കോമ്പൗണ്ട് ടൂളിൽ ഇറ്റ് ഹാസ് എ പഞ്ച്, എ ഡൈ ബ്ലോക്ക്. സ്ട്രിപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ഡൈ ബ്ലാങ്ക് തന്നെ, ഡൈ ബ്ലോക്ക് തന്നെയായിരിക്കും. ദെൻ സ്ട്രിപ്പ് വിൽ ബി കെപ്റ്റ്, ദിസ് ബ്ലാക്ക് വൺ ഇസ് എ സ്ട്രിപ്പ്. താഴെ ഒരു ഡൈ ഹോൾഡർ ഉണ്ടാവും, ഡൈ ഉണ്ടാവും, അതേപോലെ ഒരു പ്രഷർ പാഡ് ഉണ്ടാവും, പഞ്ച് ആൻഡ് ദ ബ്ലാങ്ക്. പിന്നെ എന്തായിരിക്കും സംഭവിക്കുക, ഈ ടോപ്പ് ഹാഫ് വന്ന് ഈ ഷീറ്റ് മെറ്റലിൽ പ്രസ് ചെയ്ത് കഴിയുമ്പം ഇവിടെ എന്താ ഉണ്ടാക്കുക, രണ്ട് ആക്ഷൻ സംഭവിക്കുന്നത്. ഒന്ന് ബ്ലാങ്കിങ്ങും അതേപോലെ ഒന്ന് പിയേഴ്സിങ്ങും. രണ്ട് ഓപ്പറേഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം നടക്കും. അതായത് ഒരൊറ്റ പഞ്ചിങ് ഓപ്പറേഷനിൽ രണ്ട് ഓപ്പറേഷൻ നടക്കും. ഇതിനെയാണ് കോമ്പൗണ്ട് ടൂൾ എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് ടൂളിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു, ഒത്തിരി പ്രാവശ്യം പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുകയുള്ളായിരുന്നു, അല്ലയോ, ഒരു ഫിനിഷ് പ്രൊഡക്റ്റ്. നേരെ മറിച്ച് കോമ്പൗണ്ട് ടൂളിൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ട് ഒന്നിലധികം ഓപ്പറേഷൻസ് ഒരൊറ്റ സ്റ്റേജിൽ ചെയ്യുന്നതിനെയാണ് കോമ്പൗണ്ട് ടൂൾ എന്ന് പറയുന്നത്. ഈ ഫിഗർ നിങ്ങൾ ഓർത്തിരുന്നോണം. ഇറ്റ്സ് മേജർ അഡ്വാൻറ്റേജ്, ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് in a compound tool we are getting the product in a single stage. കേട്ടോ, അതിനകത്ത് സാധാരണ ഡൈ സെറ്റിനെ അപേക്ഷിച്ച് കുറേ വ്യത്യാസങ്ങളുണ്ട്. it has 2 dies as well as 2 punches. കാരണം എന്തുകൊണ്ടാ, രണ്ട് ഓപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഈ കാണുന്ന വീഡിയോയിൽ ഒരു കോമ്പൗണ്ട് ടൂളാണ്, കണ്ടോ. It is a compound tool. In a single stage, product is obtained. In a single stage, product is obtained. ഒരൊറ്റ സ്റ്റേജിലായിരിക്കും ഓപ്പറേഷൻ നടക്കുക. ഒന്നിലധികം ഓപ്പറേഷൻ ഇവിടെ നടക്കുന്നുണ്ട്, കട്ടിങ്ങും ബെൻഡിങ്ങും. ഏതൊക്കെയാണ് ഒന്നിലധികം ഓപ്പറേഷൻ? കട്ടിങ്ങും ബെൻഡിങ്ങും. താഴെ സ്പ്രിങ്, ഡൈ, സ്ട്രിപ്പർ പ്ലേറ്റ്, മുകളിൽ പഞ്ച്. ഓക്കെ, next we will move on to a combination tool. In a combination tool, a blank is held and a drawing operation is done. ഇതിനകത്ത് ഉള്ളത് ഒരു കട്ടിങ്ങും ഒരു ഡ്രോയിങ്ങും ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു കോമ്പിനേഷൻ ഡൈ ആണ്. ഇതിനകത്ത് ഒരു കട്ടിങ് ഓപ്പറേഷനും അതുപോലെ ഒരു ഫോമിങ് ഓപ്പറേഷനും. ഇതിനകത്തൊരു ഷീറ്റ് മെറ്റലിൽ നിന്ന് നമുക്കൊരു പാത്രം പോലെ കണ്ടില്ലോ, ഈ പാത്രം പോലെ ഒരു പ്രൊഡക്റ്റ് നടക്കുന്നത്. ഇവിടെ എന്ത് പറ്റും, ഒരു ഡ്രോയിങ് ഓപ്പറേഷൻ അല്ലേ, ഒരു ഫോമിങ് ഓപ്പറേഷൻ ഉണ്ട്. അതേപോലെ അതിൻ്റെ ഔട്ടർ വട്ടത്തിലുള്ളത് കട്ട് ചെയ്യുന്നുണ്ട്. സോ പിന്നെ കട്ടിങ് ആൻഡ് എ ഫോമിങ് ഓപ്പറേഷൻ happens in a press tool, then it is called as a combination tool. Whereas in a compound tool എന്തായിരിക്കും ഉണ്ടാവുക, കട്ടിങ് ഓപ്പറേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, ഫോമിങ് കുറവായിരിക്കും. കോമ്പൗണ്ട് ടൂളിനകത്ത് കട്ടിങ് ആക്ഷനാണ്, കോമ്പിനേഷൻ ടൂളിനകത്തായിരിക്കും ഫോമിങ് ഓപ്പറേഷനോടെ. കോമ്പിനേഷൻ ഡൈക്കകത്തായിരിക്കും എന്തുണ്ടാവുക, ഫോമിങ് ഓപ്പറേഷനോടെ ഇവിടെ വരും. എങ്ങനത്തെയാണ് വേണ്ടത്, ഇതുപോലെ ഒരു ചെറിയ പ്ലേറ്റ് പോലത്തെ കുഴിവുള്ളൊരു പാത്രം ഫോം ചെയ്തെടുക്കണം. This is combination die. ഇവിടെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, അതിനകത്ത് ഒരു ചെറിയ ഡ്രോയിങ്ങും എംബോസിങ്ങും ആയിരിക്കും ഉണ്ടാവുക. ചെറിയ ഡ്രോയിങ്ങും ആസ് വെൽ ആസ് എംബോസിങ്. സോ ഇൻ എ കോമ്പിനേഷൻ ഡൈ it has a drawing punch in it, it has a blank holding as well as a die. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ട്രിപ്പിൾ ആക്ഷൻ പ്രസ്സുകളായിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. ബിക്കോസ് ഫസ്റ്റ് ദിസ് ബ്ലാങ്കിങ് പഞ്ച് ഓർ ദ ബ്ലാങ്കിങ് പഞ്ച് വിൽ ടച്ച് ദ ഷീറ്റ്, ദെൻ കംസ് ദ ഡ്രോയിങ് പഞ്ച്. ആദ്യം ബ്ലാങ്ക് ചെയ്ത് താഴത്തെ ഡൈയിൽ കൊണ്ടുപോയായിരിക്കും കപ്പ് ഡ്രോ ചെയ്തെടുക്കുക. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ആസ് കോമ്പിനേഷൻ ഡൈ.